മരണമാസന്നമാകുന്ന സമയത്ത് പിശാചിന്റെ ഉപദ്രവമുണ്ടാകുന്നതിൽ നിന്നും, നമ്മളൊക്കെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവിടെയും നമ്മളെ പിഴപ്പിക്കാൻ പിശാച് വരും. മരണസമയത്ത് നമുക്കൊരു കടലോളം വെള്ളം കുടിച്ചാലും ശമിക്കാത്ത ദാഹമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വലിയ ദാഹം ഉണ്ടാകും ആ സമയത്ത് പിശാച് വന്നിട്ട് പറയും, നീ എന്നിൽ വിശ്വസിക്കൂ, അസുബ്ബു അലൈക്കൽ മാ, നിനക്ക് ഞാൻ വെള്ളം തരാം, നിന്റെ ദാഹം ഞാൻ ശമിപ്പിക്കാം. യഹൂദിയൻ ഔ നസ്രാനിയ, ജൂതനായിട്ടോ നസ്രാനിയായിട്ടോ നീ ചാക്, കുടിക്കാൻ വെള്ളം തരാം. കടലോളം ദാഹമുള്ള ഈ മനുഷ്യൻ ഈമാനില്ലാത്തവരാണെങ്കിൽ പിശാചിന്റെ കൈകളിൽ നിന്നും വെള്ളം കുടിച്ച് അവൻ മുസ്ലിമല്ലാതെ ഈമാനില്ലാതെ മരിക്കും. ഈ ഒരു അവസ്ഥ വരുന്നതിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം തേടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب هب لي حكما وألحقني بالصالحين وجعلني لسان صدق في الآخرين وجعلني من ورثة جنة النعيم. إن نريد إلا الإصلاح ما استطعت وما توفيقي ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ആഗമന വാർത്ത അറിയിച്ചുകൊണ്ട് വിശുദ്ധമായ റമളാനിന്റെ പൈലറ്റായി കടന്നു വരുന്ന പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം ഇന്നുള്ളത്. ഇന്ന് റജബ് മാസം 2. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ പാത പിൻപറ്റി ജീവിക്കുന്ന മഹാന്മാരായ സഹാബത്തും മുൻഗാമികളായ പൂർവസൂരികളായ സലഫുസ് സ്വാലിഹീങ്ങളും തബഉ താബിഈങ്ങളുമൊക്കെ പരിശുദ്ധമായ റമളാൻ മാസത്തെ വരവേൽക്കാനുള്ള, ആ വിശുദ്ധമായ മാസത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്, ആ വിശുദ്ധ റമളാന് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയത് പരിശുദ്ധമായ റജബ് മാസം മുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധമായ റമളാനിന്റെ ആഗമന വാർത്ത അറിയിച്ചുകൊണ്ട് കടന്നു വരുന്ന വിശുദ്ധമായ റജബ്, ആ റജബ് മാസത്തിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ നമുക്ക് കഴിയാൻ സാധിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റജബിലും അതുപോലെ ശഅബാനിലുമൊക്കെ ആരോഗ്യത്തോടെ ജീവിച്ച് വിശുദ്ധമായ റമളാൻ മാസത്തെ ആഫിയത്തോടെ വരവേൽക്കാനും ആ വിശുദ്ധ റമളാനിന്റെ രാപകലുകൾ സ്വാലിഹായ അഅമാലുകൾ കൊണ്ട് ധന്യമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ പവിത്രമായ, ഒരുപാട് ബഹുമാനങ്ങളുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. ബഹുമാനപ്പെട്ട ഇമാം അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബുൻ ഷഹ്റുല്ലാഹ് വശഅബാനു ഷഹ്രി വറമളാനു ഷഹ്റു ഉമ്മത്തി. റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണ്. ശഅബാൻ മാസം എൻ്റെ മാസമാണ്. ശഅബാൻ മാസത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മാസം എന്ന് പറഞ്ഞത് എന്താണെന്ന് ഇൻഷാ അല്ലാഹ് ശഅബാൻ മാസത്തിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റമളാനു ഷഹ്റു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ, എൻ്റെ സമുദായത്തിന്റെ മാസമാണ് പരിശുദ്ധമായ റമളാൻ എന്ന അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പരിശുദ്ധമായ റജബ് മാസം, ഈ മാസത്തെ കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് എന്നാണ്. റജബ് മാസം ഒന്നിലധികം പുണ്യമായ മാസങ്ങളുടെ കവാടമായി നിലകൊള്ളുന്ന മാസമാണ്. റജബ് മുതൽ അങ്ങോട്ടുള്ള മാസങ്ങൾ വളരെ പുണ്യമായ മാസങ്ങളാണ്. നമുക്കറിയാം റജബ്, ഇപ്പൊ റജബ് കഴിഞ്ഞാൽ പിന്നെ ഷഅബാൻ മാസമാണ്. ഈ ഷഅബാൻ മാസം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റമളാൻ മാസമാണ്. ഈ മാസങ്ങളുടെ പവിത്രത എത്ര കാലം കൊണ്ട് നമ്മൾ കേൾക്കുകയാണ്. വളരെ പവിത്രമായ മാസങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടമാണ് പരിശുദ്ധമായ റജബ് മാസം. റമളാൻ മാസത്തിന്റെ മഹത്വം എത്ര വലിയ മഹത്വമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ആ റമളാനിലേക്കുള്ള പ്രവേശന കവാടമായ മാസമെന്ന നിലയ്ക്ക് പരിശുദ്ധമായ റജബ് മാസവും വളരെ മഹത്തരമുള്ള മാസമാണ്. ഈ മാസത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തിന്റെ മഹത്വങ്ങൾ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പ്രവാചകന്റെ ജീവിതത്തിലെ സുപ്രധാനമായ 2 സംഭവങ്ങൾ. ഇസ്രാഉം മിഅ്റാജും, നിശാപ്രയാണവും വാനാരോഹണവും. ഇത് പ്രവാചകന്റെ ജീവിതത്തിലെ അത്ഭുതകരമായ 2 സംഭവങ്ങളാണ്. ഈ 2 സംഭവങ്ങൾ നടന്നത് ഈ പരിശുദ്ധമായ റജബ് 27-ാം തീയതിയാണ്. അതുപോലെ നാം ഓരോരുത്തരും എല്ലാ ദിവസവും 5 നേരം നിർവഹിക്കുന്ന പരിശുദ്ധമായ നമസ്കാരം. ഈ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയത് ഈ റജബ് മാസം 27-ാം തീയതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ റജബ് മാസത്തിന്റെ പവിത്രത, അതിന്റെ സവിശേഷതകൾ ധാരാളമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങൾ പവിത്രമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 4 മാസങ്ങൾ വളരെ പവിത്രമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സൂറത്ത് തൗബ 36-ാമത്തെ ആയത്തിൽ 4 പവിത്ര മാസങ്ങളെ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ പഠിച്ചു വെക്കണം. അല്ലാഹു തആല പറയുന്നത് ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ. തീർച്ചയായും ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽ അല്ലാഹുവിന്റെ കിതാബിൽ ലൗഹിൽ മഹ്ഫൂദിൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. അല്ലാഹ് പറയുകയാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽ ഒരു വർഷം 12 മാസമാണ്. ഇതൊക്കെ അല്ലാഹുവിന്റെ ക്രമീകരണമാണ്. ഒരു വർഷം 12 മാസം, ഒരു മാസം 4 ആഴ്ച, ഒരാഴ്ച 7 ദിവസങ്ങൾ, ഒരു ദിവസം 24 മണിക്കൂർ. ഇതൊക്കെ തീരുമാനിച്ചത്, ക്രമീകരിച്ചത് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോ ഓരോ മാസങ്ങളെ സൃഷ്ടിച്ചതും ആ മാസങ്ങൾക്ക് നാമകരണം ചെയ്തതും ഒക്കെ അല്ലാഹുവാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അർബഅത്തുൻ മിൻഹാ അർബഅത്തുൻ ഹുറും. ഈ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ വളരെ പവിത്രമാണ്. 4 മാസങ്ങൾ വളരെ പവിത്രമാണ്. ഏതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ 4 മാസങ്ങൾ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ പവിത്രമായ 4 മാസങ്ങൾ. 1 ദുൽഖഅദ മാസമാണ്, ദുൽഖഅദ്. 2 ദുൽഹിജ്ജ്, ഹജ്ജിന്റെ മാസം ദുൽഹിജ്ജ് മാസമാണ്. പിന്നെ ഒരു വർഷത്തിലെ പ്രഥമ മാസമായ മുഹറം, 3ാമത്തെ മാസം മുഹറം മാസമാണ്. 4ാമത്തെ മാസം നമ്മൾ നിലകൊള്ളുന്ന പരിശുദ്ധമായ റജബ് മാസമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പവിത്രമായ മാസമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന മാസമാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ റജബ് മാസം എന്ന് നാം മനസ്സിലാക്കുക. ഈ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് സത്യവിശ്വാസികൾക്ക് നിർബന്ധമാണ്. റജബ് വളരെ പവിത്രമാണ്. പവിത്രമായ 4 മാസങ്ങളെ പവിത്രതയോടുകൂടി തന്നെ നമ്മൾ കാണണം. അള്ളാഹു അതിന് നൽകിയ ബഹുമതികളും മഹത്വങ്ങളും നാം അവകൾക്ക് കൽപ്പിക്കണം. അല്ലാഹു തആല സൂറത്തുൽ മാഇദ 2ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല സത്യവിശ്വാസികളോടായി പറയുന്നു,
യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുഹില്ലു ശആഇറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ അനാദരിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ ആയത്ത് പഠിക്കണം. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്, ചിഹ്നങ്ങളെ അനാദരവോടെ കൂടി നിങ്ങൾ കാണരുത്. എന്താണ് ചിഹ്നങ്ങൾ? ഏതൊക്കെയാണ്? എന്തിനോടാണ് നിങ്ങൾ അനാദരവ് കാട്ടല്ല എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്? വലശഹ്റൽ ഹറാം. ഒന്നാമതായി അല്ലാഹു എണ്ണിയത് പരിശുദ്ധമായ 4 മാസങ്ങളെയാണ്, പവിത്രമായ 4 മാസങ്ങളെയാണ്. ഈ മാസങ്ങളുടെ മഹത്വം നിങ്ങൾ ഉൾക്കൊള്ളണം. ഈ മാസങ്ങളോട് അനാദരവ് കാണിക്കരുത്. എന്താണ് ഈ മാസങ്ങളോടുള്ള അനാദരവ്? ഫലാ തളിരിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ച് പാപങ്ങളിൽ മുഴുകി ഈ മാസത്തിന്റെ പവിത്രത നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് അല്ലാഹു പറയുന്നത്. ഈ മാസങ്ങൾ തൗബ ചെയ്യാനുള്ള മാസമാണ്. റമളാൻ മാസത്തിന് വേണ്ടി ഒരുങ്ങേണ്ട മാസമാണ്. ആ വിശുദ്ധ റമളാനെ വരവേൽക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ്. അതുപോലെ തുടർന്നുള്ള മറ്റു മാസങ്ങളുടെ പവിത്രതയും കളങ്കപ്പെടുത്തരുത്. ഈ മാസങ്ങളോട് അനാദരവ് കാണിക്കരുത്. എന്തുകൊണ്ട്? അല്ലാഹു തആല പറയുന്നു, വലൽ ഹദിയ, നിങ്ങൾ വലിമൃഗങ്ങളോടും അനാദരവ് കാണിക്കരുത്. അത് ബലിപ്പെരുന്നാളിന്റെ വിഷയമാണ്. എന്നാലും ആയത്ത് പൂർത്തീകരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ അർത്ഥം ഞാൻ പറയുകയാണ്. വലൽ ഹദിയ, ഉദ്ഹിയത്ത് മൃഗങ്ങൾ, ബലിമൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം. ബലിമൃഗങ്ങളോട് അനാദരവ് കാണിക്കരുത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലൽ കലായിദ, ബലിമൃഗങ്ങളുടെ കഴുത്തിൽ അറബികൾ അത് ബലിമൃഗമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ചില അടയാളങ്ങൾക്കായി ചില മാലകൾ പോലുള്ളത് കെട്ടിത്തൂക്കുമായിരുന്നു. ബലിമൃഗമാണെന്ന് തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങൾ. ആ അടയാളങ്ങളോട് പോലും നിങ്ങൾ അനാദരവ് കാണിക്കരുത്. വലാ ആമീനൽ ബൈത്തൽ ഹറാം യബ്തഊന ഫളിലം മിർ റബ്ബിഹിം വറുവാന, അല്ലാഹുവിന്റെ പ്രീതിയും അല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലവും പ്രതീക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായ ഹറമിലേക്ക്, മക്കയിലേക്ക് ഹജ്ജിന് പോകുന്ന ഹാജിമാരെ നിങ്ങൾ ആദരിക്കണം. അവരോട് നിങ്ങൾ അനാദരവ് കാണിക്കരുത്. അല്ലാഹു തആല ബഹുമാനിക്കാൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞത്. ഇവിടെ അല്ലാഹു ഒന്നാമതായി എണ്ണിയത് വലശഹ്റൽ ഹറാം, പവിത്രമായ മാസങ്ങൾ. ഈ മാസങ്ങളെ ആദരിക്കണം. സത്യവിശ്വാസികൾ ഈ മാസങ്ങളെ ആദരിക്കണമെന്നാണ് അല്ലാഹു പറയുന്നത്. അനാദരവ് കാണിക്കല്ലേ. അല്ലാഹു ആദരിക്കാൻ പറഞ്ഞ മാസമാണ് റജബ്. അതുകൊണ്ടാണല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തെ കുറിച്ച് പറഞ്ഞത്, റജബുൻ ഷഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് പരിശുദ്ധമായ റജബ്. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ സാധാരണ മനുഷ്യർ അക്രമങ്ങൾ കാണിക്കൽ, അതുപോലെ തെറ്റുകൾ ചെയ്യൽ, അത് തെറ്റ് തന്നെയാണ്. എവിടെ തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അല്ലാഹു ആദരിക്കണമെന്ന് പറഞ്ഞ മാസത്തിൽ, അല്ലെങ്കിൽ അല്ലാഹു ബഹുമാനിക്കണമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ വെച്ച് തെറ്റുകൾ ചെയ്യൽ, അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പവിത്രതയ്ക്ക് കളങ്കം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടൽ, അത് വലിയ പാപമാണ്. ഉദാഹരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റജബുൻ ഷഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസം എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയ ഒരു സ്ഥലമാണ് ബൈത്തുല്ലാഹ്, കഅബത്തുല്ലാഹ്. അല്ലാഹുവിന്റെ ഭവനമാണ് കഅബ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമൻ യുരിദു ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിന്റെ അർത്ഥം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളണം. അല്ലാഹു പറഞ്ഞത്, പരിശുദ്ധമായ ഹറമിൽ വെച്ച് അതിന്റെ പവിത്രതയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, അവിടെ തെറ്റ് ചെയ്തിട്ടില്ല, എന്തെങ്കിലും അതിന്റെ പവിത്രതയ്ക്ക്, അതിന്റെ ബഹുമാനം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, വമയുരിദ്,
ഇറാദത്ത്, അറാദ യുരീദു എന്നൊക്കെ പറഞ്ഞാൽ, യുരിദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക എന്നർത്ഥം. ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിച്ചു എന്ന് മാത്രം. ആ ചെയ്യാൻ ഉദ്ദേശിച്ച ആളെ നുദിക്കുഹു മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ ഞാൻ അവനെ രുചിപ്പിക്കും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ? ഹറമിൽ പോയി ആ ഹറമിന്റെ പവിത്രതയ്ക്ക് കളങ്കമുണ്ടാകുന്ന പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ അവനെ വേദനയേറിയ അദാബ് ഞാൻ രുചിപ്പിക്കും, ശക്തമായ ശിക്ഷ ഞാൻ അവനെ അനുഭവിപ്പിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഇങ്ങനെ പറഞ്ഞ മറ്റൊരു സ്ഥലമാണ് കഴിഞ്ഞ 2-3 ആഴ്ചകൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പള്ളികൾ. ഇന്നൽ മസാജിദ ലില്ലാഹ് ബൈത്തുല്ലാഹ് റജബുൻ ഷഹ്റുല്ലാഹ് എന്നൊക്കെ പറഞ്ഞതുപോലെ അല്ലാഹു പറഞ്ഞ ഒരു സ്ഥലമാണ് പരിശുദ്ധമായ പള്ളികൾ. ഈ പള്ളികളുടെ പവിത്രതയ്ക്ക് കളങ്കമുണ്ടാകുന്ന പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ നുദിക്കുഹു മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ ഞാൻ അവരെ അനുഭവിപ്പിക്കും എന്ന് അല്ലാഹു തആല പറയുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊന്നും നിസ്സാരമല്ല പ്രിയപ്പെട്ടവരെ. ഇപ്പൊ ഞാൻ കുറെ കാലമായിട്ട് ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ ഇതൊന്നും പരിഗണിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ശിക്ഷയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാ, അള്ളാഹു ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, അള്ളാഹു ഇതൊന്നും കാണാഞ്ഞിട്ടല്ല. അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകും. എത്രത്തോളം നമ്മൾ അക്രമികളാകും, എത്രത്തോളം നമ്മൾ ഇത്തരത്തിലുള്ള ബഹുമാനിക്കേണ്ടവകളെ ആദരിക്കേണ്ടവകളോട് അനാദരവ് കാണിക്കും എന്നറിയാൻ വേണ്ടി നമ്മളെ ഇങ്ങനെ കയറൂരി വിടും. അവസാനം വേദനയേറിയ ശിക്ഷ അള്ളാഹു ഇറക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അള്ളാഹു ആദരിക്കാൻ പറഞ്ഞ മകൾ, അള്ളാഹു ആദരിക്കാൻ പറഞ്ഞ വസ്തുക്കൾ, അള്ളാഹു ആദരിക്കാൻ പറഞ്ഞ മാസങ്ങൾ, അള്ളാഹു അനാദരവ് കാണിക്കരുത് എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ, ഇവകളെയൊക്കെ ആദരിക്കണം. ഇവകളോടൊന്നും അനാദരവ് കാണിക്കരുത്. അനാദരവ് കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിക്കാൻ പറഞ്ഞ പരിശുദ്ധമായ ഒരു മാസമാണ് റജബ് മാസം. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫലാ തളിരിമു ഫീഹിന്ന അൻഫുസകും, ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്ത് ആ മാസത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി കളയരുത്. ഇപ്പൊ റമളാൻ അത് പവിത്രമായ മാസമാണെന്ന് നമുക്കറിയാം. അതിന് മുന്നോടിയായി കടന്നു വരുന്ന റജബ്, അതിനിത്ര പവിത്രതയോ അതിനിത്ര ബഹുമാനമോ ചിന്തിക്കരുത്. ആ റമളാനിലേക്ക് കടക്കാനുള്ള കവാടമാണ് റജബ്. ഖുർആൻ പവിത്രമായ മാസമെന്നെണ്ണിയ മാസമാണ് റജബ്. അള്ളാഹു നമസ്കാരം നിർബന്ധമാക്കിയ മാസമാണ് റജബ്. ഹബീബായ പ്രവാചകന്റെ വാനാരോഹണത്തിനും നിശാപ്രയാണത്തിനും അള്ളാഹു തെരഞ്ഞെടുത്ത മാസമാണ് റജബ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മാസമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പരിചയപ്പെടുത്തിയ മാസമാണ് റജബ്. റജബിനെ നമ്മൾ ബഹുമാനിക്കണം. ആ റജബിന്റെ പവിത്രതയ്ക്ക് കളങ്കമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും നമ്മളിൽ ഉണ്ടാകരുത്. ഇനിയുള്ള ദിനരാത്രങ്ങൾ, ഇനിയുള്ള രാപകലുകൾ നമ്മുടെ മനോമുഖരത്തിലുള്ള ചിന്ത, അല്ലാഹുവേ റമളാൻ വരുന്നു, ഈ റമളാനിലേക്ക് എനിക്ക് എത്തിച്ചേരണം. റമളാനിന്റെ രാപകലുകൾ നന്മകൾ കൊണ്ട് എനിക്ക് ധന്യമാക്കണം. അതിന്റെ വിലപ്പെട്ട സമയങ്ങൾ അല്ലാഹുവിന്റെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടണം. ഇനി എപ്പോഴും നമ്മുടെ പ്രാർത്ഥന നിരതമായ ജീവിതം അങ്ങനെയായിരിക്കണം ഈ റമളാൻ വരെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റജബ് മാസം സമാഗതമായാൽ നമുക്ക് ഹദീസിൽ കാണാം, നമ്മളൊക്കെ വർഷങ്ങളായി കേട്ടിട്ടുള്ളത് പോലെ, നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ളത് പോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന, പ്രവാചകന്റെ ഏറ്റവും വലിയ ചിന്ത, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, ഇതായിരുന്നു. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമേ. എന്താണ് പ്രിയപ്പെട്ടവരെ റജബിലും ശഅബാനിലുമുള്ള ബർക്കത്ത്? ആരോഗ്യത്തിൽ ബർക്കത്ത് ചെയ്യണം, ആയുസ്സിൽ ബർക്കത്ത് ചെയ്യണം. വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കണമേ.
പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ഇനി നാം ഇത് അധികരിപ്പിക്കണം. നമസ്കാരങ്ങൾക്ക് ശേഷമല്ല, എപ്പോഴും നമ്മുടെ ചിന്ത അല്ലാഹുവേ റമളാനിലേക്ക് എനിക്ക് എത്തിച്ചേരണം. റമളാൻ റമളാൻ ഇതായിരിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ചിന്ത. റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലും പറയാതെ പറയുന്ന ആ പ്രാർത്ഥനയുടെ ഇടയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ചില വരികളുണ്ട്. ആ വരികൾ എന്താണ്? വബല്ലിഗ്നാ റമളാൻ, റജബിലും ശഅബാനിലും അല്ലാഹുവേ നീ എന്നെ മരിപ്പിക്കരുതേ, റമളാനിലേക്ക് നീ എനിക്ക് ആയുസ് നീട്ടിത്തരണേ എന്നാണ്. എപ്പോഴും അല്ലാഹുവിന്റെ വിളി വന്നാൽ അർറഫീഖൽ അഅ്ല, സമുന്നതമായ അത്യുന്നതനായ കൂട്ടുകാരൻ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായിട്ടിരുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസം വന്നാൽ പിന്നെ പറയുന്നത് അല്ലാഹുവേ റജബിലും ശഅബാനിലും എന്നെ മരിപ്പിക്കരുതേ, റമളാനിലേക്ക് നീ എന്നെ കൊണ്ടെത്തിക്കണേ എന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എപ്പോഴും അല്ലാഹുവിനോട് ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണം. ഇപ്പൊ നമ്മൾ ആരോഗ്യത്തോടെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു. നമുക്ക് റമളാനിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇതൊക്കെ ചുമ്മാ പറയുന്ന ഒരു ആലങ്കാരിക പ്രയോഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത്. ദിനേന എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ചെറുപ്പക്കാരാണ് മരണപ്പെട്ടു പോകുന്നത്. 40 വയസ്സിന് താഴെയുള്ള, 50 വയസ്സിന് താഴെയുള്ള, ഇനി ഒരുപാട് കാലം ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്ന, എനിക്കിനി ഒരുപാട് കാലം ആയുസ്സുണ്ട് എന്ന് ആഗ്രഹിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ പൊടുന്നനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നല്ല, ഒരുപാട്. അതുപോലെ കഴിഞ്ഞ മാസങ്ങളിലും ഈ മാസത്തിന്റെ തുടക്കത്തിലുമൊക്കെ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് വാഹന അപകടങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെ, വാഹന അപകടത്തിലൂടെ എത്രയോ പേരാണ് ദിനേന മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വാഹനം ഓടിക്കുന്നവരാണ്. ആ വാഹനം ഓടിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ സ്റ്റിയറിംഗ് നമ്മുടെ നിയന്ത്രണത്തിലല്ല, അതിന്റെ ക്ലച്ചും അതിന്റെ ബ്രേക്കും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപകടങ്ങൾ എപ്പോഴും ഉണ്ടാകാം. അപകടങ്ങൾ പതിയിരിക്കുന്നു എന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് വാഹനത്തിലേക്ക് കയറിയിരുന്നു കൊണ്ട് വാഹനം സ്റ്റാർട്ടാക്കിയിട്ട് അതിന്റെ ഇഞ്ചിൻ ഉരുളുമ്പോൾ, അതിന്റെ ടയറുകൾ കറങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയേണ്ടത് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ എന്ന് പറയുന്ന അദ്വാദല്ലോ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ. നമ്മൾ പറയണം, അത് പഠിക്കണം. അല്ലാഹുവേ, ഈ വാഹനത്തിനെ എനിക്ക് വിധികപ്പെടുത്തി തന്ന, എന്റെ നിയന്ത്രണത്തിലാക്കി തന്ന അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധൻ. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. പ്രിയപ്പെട്ടവരെ, അപകടങ്ങൾ എപ്പോഴും ഉണ്ടാകാം. അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, പൊടുന്നനെയുള്ള മരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ ദീർഘായുസ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില മരണത്തിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ തേടിയിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരിത് ശ്രദ്ധിക്കണം. പ്രവാചകൻ കാവൽ തേടിയ ചില മരണങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദം. ഒന്നാമത്തെ മരണം, അല്ലാഹുവേ, കെട്ടിടങ്ങൾ തന്റെ ശരീരത്തിലേക്ക് പതിച്ചു മരണപ്പെടുന്നതിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു അല്ലാഹ്. എപ്പോഴും നമ്മുടെ കെട്ടിടങ്ങൾ അത് പൊളിഞ്ഞ് നമ്മുടെ ശരീരത്തിലേക്ക് വീഴാം. കെട്ടിടങ്ങൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് നമ്മുടെ ശരീരത്തിലേക്ക് പതിച്ച് മരണപ്പെടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഒന്ന്, ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നും താഴേക്ക് വീണ് മരിക്കുന്നതിൽ നിന്നും, കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും, കയ്യാലയുടെ മുകളിൽ നിന്നും, ഉയർന്ന പ്രദേശത്തിൽ നിന്നും താഴോട്ട് ഉരുണ്ടു വീണ് മരണപ്പെടുന്നതിൽ നിന്നും അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം തേടുന്നു. മുങ്ങി മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. തീ പിടിച്ചു മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. വാർദ്ധക്യത്തിന്റെ അങ്ങേ അറ്റത്ത് എത്തപ്പെട്ടിട്ട് മരണപ്പെടുന്നതിൽ നിന്നും, എന്ന് പറഞ്ഞാൽ കുറെ പ്രായം ജീവിച്ചിരുന്നു, കുറെ കാലം ജീവിച്ചിരുന്നു, അവസാനം
ഓർമ്മ നഷ്ടപ്പെട്ടു പോയി, കാഴ്ച നഷ്ടപ്പെട്ടു പോയി, കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയി. ആളുകൾ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത് പോലെ, നമ്മളെ പരിഹസിക്കുന്നത് പോലെ, നമ്മുടെ അന്ത്യം ആഗ്രഹിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരിയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ വരുന്നതിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം തേടുന്നു. മരണവാസന്നമാകുന്ന സമയത്ത് പിശാചിന്റെ ഉപദ്രവം ഉണ്ടാകുന്നതിൽ നിന്നും, നമ്മളൊക്കെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവിടെയും നമ്മളെ പിഴപ്പിക്കാൻ പിശാച് വരും. മരണസമയത്ത് നമുക്കൊരു കടലോളം വെള്ളം കുടിച്ചാലും ശമിക്കാത്ത ദാഹമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വലിയ ദാഹം ഉണ്ടാകും ആ സമയത്ത് പിശാച് വന്നിട്ട് പറയും, നീ എന്നിൽ വിശ്വസിക്കൂ, അസുബ്ബു അലൈക്കൽ മാ, നിനക്ക് ഞാൻ വെള്ളം തരാം, നിന്റെ ദാഹം ഞാൻ ശമിപ്പിക്കാം. യഹൂദിയൻ ഔ നസ്രാനിയ, ജൂതനായിട്ടോ നസ്രാനിയായിട്ടോ നീ ചാക്, കുടിക്കാൻ വെള്ളം തരാം. കടലോളം ദാഹമുള്ള ഈ മനുഷ്യൻ ഈമാനില്ലാത്തവരാണെങ്കിൽ പിശാചിന്റെ കൈകളിൽ നിന്നും വെള്ളം കുടിച്ച് അവൻ മുസ്ലിമല്ലാതെ ഈമാനില്ലാതെ മരിക്കും. ഈ ഒരവസ്ഥ വരുന്നതിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം തേടുന്നു. പിന്നെ പ്രവാചകൻ പറഞ്ഞത്, അന്നമൂത ഫീ സബീലിക മുദ്ബിറ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ശത്രുക്കളോട് പടപൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ മരണത്തെ ഭയപ്പെട്ടിട്ട് അല്ലെങ്കിൽ ശത്രുക്കളെ ഭയപ്പെട്ടിട്ട് പിന്തിരിഞ്ഞോടി ആ ഓട്ടത്തിൽ മരണപ്പെടുന്നതിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. വിഷജന്തുക്കൾ കടിച്ച് വിഷം തീണ്ടി മരിക്കുന്നതിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, പൊടുന്നനെയുള്ള മരണങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഹബീബായ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമല്ലേ? ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ മുൻകൂട്ടിയുള്ള തീരുമാനത്തെ മറികടക്കാൻ പ്രാർത്ഥനയ്ക്കല്ലാതെ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് പൊടുന്നനെയുള്ള മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ, അപകട മരണങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നാം നടത്തുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ട് അത്തരത്തിലുള്ള അപകട മരണങ്ങളിൽ നിന്നും പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നുമൊക്കെ അല്ലാഹു നമുക്ക് രക്ഷ നൽകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ, നന്മയല്ലാതെ നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുകയില്ല. നന്മ ചെയ്യണം പ്രിയപ്പെട്ടവരെ, പരോപകാരങ്ങൾ ചെയ്യണം, നന്മ നിറഞ്ഞ ജീവിതം. ആ ജീവിതമാണ് നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നത്. ആ നന്മ നിറഞ്ഞ ജീവിതമാണ് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് നന്മ നിറഞ്ഞ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കണം, പ്രാർത്ഥിക്കണം, ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണം. ആഗ്രഹത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹു നമുക്കൊക്കെ ആരോഗ്യത്തോടെ റമദാനിലേക്ക് എത്തിപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അശ്രദ്ധരായിട്ടിരിക്കുകയാണ്. ആമീൻ പറഞ്ഞു, എല്ലാവരും ആമീൻ പറയണം. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ദീർഘായുസ്. പ്രവാചകൻ പറഞ്ഞില്ലേ, ഖൈറുകും മൻ ഖാല ഉംറുഹു വഹസുന അമലുഹു. നബി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ ഏറ്റവും ഉത്കൃഷ്ടരായ നല്ല മനുഷ്യരാരാണെന്ന് അറിയാവോ ചോദിച്ചു. നല്ല മനുഷ്യരാരാണെന്ന് പറഞ്ഞു തരാമോ ചോദിച്ചു. നല്ല മനുഷ്യര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, രണ്ട് ഗുണങ്ങളുള്ളവരാണ് നല്ല മനുഷ്യർ. മൻ ത്വാല ഉംറുഹു, ഒന്നാമത്തത് ദീർഘായുസ്സുള്ള മനുഷ്യനാണ്. ദീർഘായുസ്സുള്ള മനുഷ്യൻ, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് ലഭിച്ചവർ. വഹസുന അമലുഹു, തന്റെ ജീവിതം മുഴുവനും നന്മ നിറഞ്ഞതാക്കുക. ഒരുപാട് കാലം ജീവിച്ചിരുന്നു, ജീവിതകാലം മുഴുവനും നന്മകൾ ചെയ്ത് ജീവിച്ചവർ, ഇവരാണ് ഏറ്റവും നല്ല മനുഷ്യർ. അപ്പൊ സഹാബത്ത് വീണ്ടും ചോദിച്ചു, ഫഅയ്യുന്നാസി ശർറുൻ യാ റസൂലല്ലാഹ്, ശർറായ ആളുകൾ ആരൊക്കെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു.
മൻ താല ഉംറുഹു, ഒന്ന് ദീർഘായുസ്സ് കിട്ടിയ മനുഷ്യനാണ്, ഒരുപാട് കാലം ജീവിച്ചിരുന്നു. വസാഅ അമലുഹു, ജീവിച്ചിരുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. സാഅ അമലുഹു, പ്രവൃത്തി മോശമായിരുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിഞ്ഞു, രോഗമൊന്നും ഉണ്ടായില്ല, മരിക്കുന്നത് വരെ ഒരു രോഗം ഉണ്ടായിട്ടില്ല. പക്ഷേ ജീവിതം മുഴുവനും സാഅ അമലുഹു, മോശമായ പ്രവൃത്തിയായിരുന്നു. എല്ലാവർക്കും ഉപദ്രവം, പ്രശ്നങ്ങൾ സൃഷ്ടിക്കൽ, വിഷയങ്ങൾ ഉണ്ടാക്കൽ, പരോപകാരം തടയൽ, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്നതിനെ തടയൽ, ഇങ്ങനെ സാഅ അമലുഹു, വൃത്തികെട്ട ജീവിതം, സാഅ അമലുഹു, മോശമായ പ്രവൃത്തി. ഇവനാണ് സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹുവിനോട് ദീർഘായുസിനെ ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, ആയുസ് അള്ളാഹുവിന്റെ തൃപ്തിയിലായി നന്മ നിറഞ്ഞ ജീവിതം കാഴ്ചവെക്കാൻ, നന്മ നിറഞ്ഞ ജീവിതം, ആയുസ് മുഴുവനും നന്മയിലായി ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈ റജബിലും നമ്മളിലേക്ക് കടന്നു വരുന്ന ശഅബാനിലും അള്ളാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. റമദാനിൽ പോരട്ടെ, അള്ളാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ തമ്പുരാനെ. വബല്ലിഗ്നാ റമളാൻ, വിശുദ്ധ റമളാനിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ആമീൻ നീ സ്വീകരിക്കണേ റഹ്മാനെ.